ശബരി റെയിൽ പദ്ധതി 2 ഘട്ടമായി വിപുലമായ രീതിയിൽ നടപ്പാക്കാൻ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. അനുമതിക്കായി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കും. ആദ്യഘട്ടത്തിൽ അങ്കമാലി, എരുമേലി, നിലയ്ക്കൽ പാത പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. നിർമ്മാണ ചെലവിന്റെ 50% തുക കിഫ്ബി വഹിക്കാമെന്ന സർക്കാർ തീരുമാനം തുടരാനും തീരുമാനമായിട്ടുണ്ട്. കേരളത്തിന്റെ വികസനത്തിന് വലിയ കുതിപ്പേകും വിധം ശബരി റെയിൽ പദ്ധതി വിപുലീകരിക്കുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പരിശോധിച്ചത്. ആദ്യഘട്ടത്തിൽ അങ്കമാലി, എരുമേലി, നിലയ്ക്കൽ പാത പൂർത്തീകരിക്കും. നിർമ്മാണ ചെലവിന്റെ 50% തുക കിഫ്ബി വഹിക്കുമ്പോൾ ഈ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചു കിട്ടാൻ കേന്ദ്ര സർക്കാരുമായി സംസ്ഥാനം ബന്ധപ്പെടും. RBIയുമായി ചേർന്നുള്ള ത്രികക്ഷി കരാർ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ സിംഗിൾ ലൈനുമായി മുന്നോട്ടു പോകുക. വികസനഘട്ടത്തിൽ പാത ഇരട്ടിപ്പിക്കൽ പരിഗണിക്കുമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അങ്കമാലി മുതൽ എരുമേലി വരെ 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ശബരി റെയിൽ ലൈൻ 97-98 റെയിൽവേ ബജറ്റിലെ നിർദ്ദേശമാണ്. ഈ പദ്ധതിക്കായി 8 കിലോമീറ്ററോളം സ്ഥലമെടുപ്പ് പൂർത്തിയായി. അങ്കമാലിക്കും കാലടിക്കും ഇടയിലുള്ള 7 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം വളരെ മുൻപ് തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഈ ഭാഗത്ത് 2 മേൽപ്പാലങ്ങളുടെയും 2 അടിപ്പാതകളുടെയും നിർമ്മാണം വിഭാവനം ചെയ്തിരുന്നു. അടുത്ത 70 കിലോമീറ്റർ സ്ഥലമെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ 2019 സെപ്റ്റംബർ 26-ന് റെയിൽവേ ബോർഡിന്റെ കത്ത് മുഖാന്തരം പദ്ധതി മരവിപ്പിക്കുകയാണെന്ന് അറിയിച്ചു. അതോടെ മേൽപ്പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിർത്തിവെച്ചു. അങ്കമാലി സംസ്ഥാന ശബരി പാതയുടെ 50% തുക സർക്കാർ വഹിക്കണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടു. പൂർണ്ണമായും റെയിൽവേ ഫണ്ടിൽ തുടങ്ങിയ പദ്ധതിയാണെങ്കിലും 2815 കോടി രൂപ ചെലവ് കണക്കാക്കിയ പദ്ധതിയുടെ 50% ചെലവ് കിഫ്ബി വഴി വഹിക്കാൻ കേരള സർക്കാർ തയ്യാറാണെന്ന് 2021 ജനുവരി 7-ന് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനം അറിയിച്ചിരുന്നു. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം നിർമ്മാണ ചെലവും വർദ്ധിച്ചു. റെയിൽവേ ബോർഡിന്റെ ആവശ്യപ്രകാരം പുതുക്കിയ എസ്റ്റിമേറ്റിനനുസൃതമായി 50% തുക പങ്കിടുന്നതിനുള്ള സന്നദ്ധത സംസ്ഥാനം നൽകിയെങ്കിലും പദ്ധതി റെയിൽവേ ഇതുവരെ പുനരുജ്ജീവിപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം വീണ്ടും ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.